കോവിഡ് മഹാമാരിയുടെ ഘട്ടം തന്നെ. കോവിഡ് മഹാമാരിയുടെ മുന്നിൽ ലോകത്തിലെ അത്യുന്നതം എന്നവകാശപ്പെടുന്ന രാഷ്ട്രങ്ങൾ പോലും മുട്ടുകുത്തി വീണു. സമ്പൽ സമൃദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന ആ രാഷ്ട്രങ്ങൾക്ക് കോവിഡ് മഹാമാരിയുടെ മുന്നിൽ നിസ്സഹായതയോടെ വിറങ്ങലിച്ച് നിൽക്കേണ്ടി വന്നു. അപ്പോൾ രാജ്യവും ലോകവും ശ്രദ്ധിച്ചു. ഒരു നാട്, കേരളം, കോവിഡ് മഹാമാരിയുടെ അതിവ്യാപന ഘട്ടത്തിൽ പോലും കോവിഡിൻ്റെ ശേഷിയുടെ മുന്നിൽ മുട്ടുകുത്താതെ ആരോഗ്യമേഖലയിൽ ഒരുക്കിയ സൗകര്യങ്ങൾ കോവിഡിനെ കടന്നു നിൽക്കുന്നു. അത് കേരളമായിരുന്നു. ആ മഹാമാരിയുടെ മൂർധന്യദശയിൽ നമ്മുടെ ആശുപത്രികളിൽ ആവശ്യത്തിന് ബെഡ് ഒഴിവുണ്ടായിരുന്നു. ആശുപത്രികളിൽ ഓക്സിജൻ ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. ICU ബെഡുകൾ ഒഴിവുണ്ടായിരുന്നു. വെന്റിലേറ്ററുകൾ ഒഴിവുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം അതിവിപരീതമായ ചിത്രമാണ് സമ്പൽ സമൃദ്ധമെന്ന് കാണുന്ന രാജ്യങ്ങളിൽ പോലും കണ്ടത്. പക്ഷേ നമുക്ക് കോവിഡ് മഹാമാരിയുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നില്ല. കാരണം 2016 തകർച്ചയുടെ വക്കത്തെത്തിയ ആരോഗ്യരംഗത്തെ പുനരുദ്ധരിക്കാൻ ശക്തമായ നടപടികളുമായി ആർദ്രം മിഷൻ എന്ന പേരിൽ സർക്കാർ രംഗത്ത് വന്നു. അതിൻ്റെ ഫലം കോവിഡ് മഹാമാരിയെ നേരിടാനല്ല, നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ശരിയായ ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്താൻ ആരോഗ്യമേഖലയിൽ ഒരുക്കിയ സൗകര്യങ്ങൾ, അതാണ് ഈ ഒരവസ്ഥ സൃഷ്ടിച്ചത്. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് തീർത്തും അന്വർത്ഥമാകുന്നത് ജനങ്ങൾ കണ്ടു. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ